കുഞ്ഞുങ്ങളുടേതുൾപ്പെടെ അനേകം മരണം കേട്ടിട്ടുള്ള UK മലയാളികളെ തേടി അത്യന്തം വേദന നിറഞ്ഞ ഒരു മരണവാർത്ത ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളി പുറത്തുവിടുന്നു. ഇന്ന് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ലണ്ടനിൽ ആ വാർത്ത പരന്നുപിടിച്ചത്. പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ. അവിടെയുള്ള മലയാളികളെ മാത്രമല്ല, നാട്ടിലെയും ഓരോ മലയാളികളെയും, വിദേശത്ത് ഒന്നോ രണ്ടോ പേർ സ്വന്തമായി ഉള്ളവർ പോലും ഇപ്പോൾ ആ വാർത്ത കേട്ട് വിഷമിക്കുകയാണ്. സാന്ത്വനത്തിനും ആശ്വാസ വാക്കുകൾക്കും അർത്ഥമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന മരിച്ച യുവതിയുടെ മലയാളി യുവാവായ ഭർത്താവിനെ കാണാൻ എത്തിയവർക്ക് ശബ്ദം നഷ്ടമായ അവസ്ഥയാണ് ആ വീട്ടിൽ കാണാനായത്. പാലക്കാട് കാരക്കുറിശി സ്വദേശിയായ എമിലിൻ്റെ പത്നി ചിഞ്ചുവാണ് നാലാമത്തെ കൺമണിയെ കൺനിറയെ കണ്ട ശേഷം മരണത്തിന് കീഴടങ്ങിയത്. ചിഞ്ചുവിന് 34 വയസ്സായിരുന്നു. മക്കളെ എല്ലാവരെയും പൊന്നുപോലെ നോക്കുന്നവൾ, എപ്പോഴും മക്കൾക്ക് പ്രാധാന്യം നൽകിയിരുന്നവളാണ്. അവളുടെ ഈ ഒരു കുഞ്ഞിനെയും കൂടി കണ്ട് മതിമറന്ന് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവൾ യാത്രയായിട്ടുണ്ടാവുക. അവസാന നാളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചതും അവളെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി കാര്യമായ പ്രയാസം കൂടാതെ പ്രസവം നടന്നതോടെ ഉടൻ വീട്ടിലേക്ക് മടങ്ങി അയക്കുകയായിരുന്നു. NHS അധികൃതർ പറയുകയും ചെയ്തു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ചിഞ്ചുവിന് അസ്വസ്ഥതകൾ ആരംഭിച്ചു. ഇതേ തുടർന്ന് ആംബുലൻസ് സേവനം തേടിയെങ്കിലും ലിങ്കൺഷെയറിൽ ആംബുലൻസ് ലഭ്യത കുറഞ്ഞതും ചിഞ്ചുവിന്റെ മരണത്തിന് കാരണമായോ എന്ന വിവരവും ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുകയും തിരക്കുകയും ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറെങ്കിലും കാത്തിരുന്നാൽ മാത്രമേ ആംബുലൻസ് വരൂ എന്ന് മനസ്സിലാക്കിയ എമിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിരുന്നു എന്നാണ് പ്രാഥമിക രീതിയിൽ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ചിഞ്ചുവിൻ്റെ മാതാപിതാക്കൾ പ്രസവകാല ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UK-യിലുള്ളത് മറ്റു കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാണ്. 8ഉം 6ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഈ ദമ്പതികൾക്ക്. കഴിഞ്ഞ ദിവസം പ്രസവിച്ച കുഞ്ഞിനെ ഇപ്പോൾ ആശുപത്രി അധികൃതർ ഏറ്റെടുത്ത് ചികിത്സയും പരിചരണവും നൽകുകയാണ്. UK-യിലെത്തിയിട്ട് അധികം നാളുകൾ ആയിട്ടില്ലാത്ത കുടുംബത്തെ സഹായിക്കാൻ ലിങ്കണിൽ ബോസ്റ്റണിലുള്ള മുഴുവൻ മലയാളി കുടുംബത്തും രംഗത്തുണ്ട്. വളരെ ചെറിയ സമൂഹമായ ഇവർക്ക് എമിലിന് ഒരു കുറവും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടെയാണ് പരസ്പരം കൈകൾ കോർക്കുന്നത്. ആരോടും ഒന്നും പറയാനില്ലാതെ വീടിന്റെ കോണിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന എമിൽ വേദന നിറഞ്ഞ കാഴ്ച കൂടിയാണ്. ബോസ്റ്റൺ ഹോസ്പിറ്റലിൽ നഴ്സായിരുന്ന ചിഞ്ചു എന്നാണെന്ന് അറിയുന്നത് തുടർ നടപടികൾ കുടുംബം പിന്നീട് തീരുമാനിക്കുന്നതുമായിരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ മക്കളെ കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെയാണ് അച്ഛനിരിക്കുന്നത്. അമ്മയുടെ യാത്ര മക്കളെ അത്രമാത്രം ആഘാതത്തിലെത്തിച്ചിട്ടുണ്ട്. പലർക്കും ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ജനിച്ച കുഞ്ഞിനടുത്ത് പോലും എന്ത് പറയുമെന്നറിയാതെയാണ് എമിൽ നോക്കുന്നത്. അത്രയേറെ ദുഃഖത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നതെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്യാം.